ഉണ്ടായിരുന്നു. ലോകരെ അറിയിക്കാൻ ചെറുപ്പം മുതലേ കുട്ടപ്പൻ താല്പര്യമുണ്ടായിരുന്നു. ഒരു ആംബുലൻസ് പോകുന്നത് കണ്ടാൽ അതിന് പുറകെ സൈക്കിൾ ചവിട്ടി പോകുമായിരുന്നു. വിവരം അറിയാൻ ദീപിക പത്രത്തിന്റെ വിതരണക്കാരനായപ്പോൾ വാർത്തകൾ കൊടുത്തു തുടങ്ങി. കൊടുത്ത വാർത്തകൾ അടിച്ചു വന്നപ്പോൾ സന്തോഷമായി. വൈകുന്നേരത്തിൽ നമ്മുടെ നാടിനെ ഒരുപാട് കാലം സ്നേഹം കൊണ്ടും സൗഹൃദം കൊണ്ടും ഓർമ്മപ്പെടുത്തൽ കൊണ്ടും സക്രിയമായി നയിച്ച ചിലരിൽ ഒരാളാണ് പ്രാദേശിക മാധ്യമപ്രവർത്തകനായിരുന്ന കുട്ടപ്പൻ. സ്കൂളിലെ ഒരു പരിപാടിയിൽ അവിടുത്തെ നവദിനാഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പോകുമ്പോഴും അവിടെയും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കുട്ടപ്പനെ അവിടെ സ്മരിക്കുകയുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അരൂരിൽ 2019 ബൈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വന്നതിന് ശേഷമുള്ള വളരെ അടുത്ത ബന്ധമായിരുന്നു എനിക്ക് കുട്ടപ്പനോടുണ്ടായിരുന്നത്. ചിലപ്പോൾ സമയത്തും അല്ലാതെയും ഒക്കെ നിരവധി തവണ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ പറയുമായിരുന്ന കുട്ടപ്പനെ നമുക്ക് കിട്ടിയിട്ടുള്ള ചെറിയ ഒരു കാലഘട്ടം മാത്രമായിരുന്നെങ്കിൽ പോലും റോഡുകളുടെ അറ്റകുറ്റപ്പണി അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് നടത്തുന്ന ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു എന്നുള്ളത് വളരെ നന്ദിയോടെ ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ നിശ്ചയദാർഢ്യത്തോടു കൂടി വളരെ കഷ്ടപ്പെട്ട് ഈ മേഖലയിൽ ഉറച്ചു നിന്ന കുട്ടപ്പന്റെ അനുസ്മരണം വരും വർഷങ്ങളിൽ വളരെ വിപുലമായി തന്നെ സംഘടിപ്പിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. ജനങ്ങളിലേക്ക് വിവരങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് നമുക്കറിയാം. എനിക്കും ഏറെക്കുറെ അദ്ദേഹത്തെ ആ കാലഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അതുപോലെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും ആ ദുഃഖത്തോടൊപ്പം ഞാനും പങ്കുചേരുന്നു. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. അറിയപ്പെടുന്ന ആളായിരുന്നില്ലെങ്കിലും ഈ മേഖലയിൽ അംഗീകാരവും പ്രശസ്തിയും നേടിയിട്ടുള്ള KM അവിജ എന്ന കുട്ടപ്പൻ, അദ്ദേഹത്തിൻ്റെ അനുസ്മരണ ചടങ്ങായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ എന്നോട് ചില കാര്യങ്ങളൊക്കെ പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വിശദമായി സംസാരിക്കത്തക്ക ഒരു അന്തരീക്ഷമല്ല ഇപ്പോൾ ഉള്ളത്. എങ്കിലും ഇത്തരം ചടങ്ങുകളിൽ ചിലപ്പോഴും പറയാറുള്ള ഒരു കാര്യം, ഈ പ്രാദേശിക ലേഖകർ എന്നൊരു വിഭാഗം ലേഖകർ ഇല്ല എന്നുള്ളതാണ്. എല്ലാവരും, അത് ഡൽഹിയിൽ പ്രവർത്തിച്ചാലും തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചാലും ആലപ്പുഴയിൽ പ്രവർത്തിച്ചാലും എല്ലാവരും കൈകാര്യം ചെയ്യുന്നത് വാർത്ത കണ്ടുപിടിക്കുക, അത് വായനക്കാരിലേക്ക് തങ്ങളുടെ മാധ്യമ സ്ഥാപനങ്ങളിലൂടെ, പത്രത്തിലൂടെ ആയാലും ടെലിവിഷനിലൂടെ ആയാലും എത്തിക്കുക. ആ ജോലി ചെയ്യുന്നവരെ നമ്മൾ പ്രാദേശികം ദേശീയം എന്നൊന്നും വിശേഷിപ്പിക്കേണ്ട കാര്യമില്ല. അവർ റിപ്പോർട്ടർമാരാണ്, അവർ പത്രപ്രവർത്തകരാണ്, അവർ മാധ്യമപ്രവർത്തകരാണ്. പക്ഷേ എപ്പോഴും ഈ ഒരു തിരിവ് കാണാറുണ്ട്. പ്രാദേശികം എന്ന് പറയുമ്പോൾ വലിയ വാർത്താ പ്രാധാന്യമില്ലാത്ത ചില ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, വല്ലപ്പോഴും ഒരു മരച്ചരമം അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രം റിപ്പോർട്ട് ചെയ്യുന്നവർ എന്നൊരു ധാരണ പൊതുവെയുണ്ട്. പക്ഷേ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പ്രവർത്തിക്കുന്നവരും ആ അർത്ഥത്തിൽ പ്രാദേശിക പത്രപ്രവർത്തകരാണ്. ഇപ്പോൾ പത്രപ്രവർത്തന ചരിത്രത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു അധ്യായം ആണ് വാട്ടർ ഗേറ്റ്.
അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിൻ്റെ തുടക്കം അവിടെ നിന്നായിരുന്നു. ആ വാട്ടർഗേറ്റ് വാഷിങ്ടൺ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരു അന്താരാഷ്ട്ര സ്വഭാവം ഒക്കെ ഓർമ്മയിൽ വരുമെങ്കിലും തോന്നുമെങ്കിലും അവർ വാഷിങ്ടണിലെ ഏറ്റവും താഴ്ന്ന മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ പോയ 2 റിപ്പോർട്ടർമാരാണ് ഈ ബോബ് വുഡ്വേർഡും ലാരി കോളിൻസും. അവിടെ അവർക്ക് ഒരു കെട്ടിടത്തിൽ അതിക്രമിച്ച് കടന്നതിന് ഒരു ചെറിയ കേസ്, പെറ്റി കേസ്, അതിൻ്റെ ശിക്ഷ കൊടുത്തു, അത് കഴിഞ്ഞു. പക്ഷെ എന്തിനായിരിക്കാം ഈ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആസ്ഥാനത്ത് ഇങ്ങനെയൊരു നുഴഞ്ഞുകയറ്റമോ അതിക്രമിച്ച് കിടക്കലോ ഉണ്ടായത് എന്ന അന്വേഷിച്ച ഒരു കൗതുകം അത് ഈ 2 ചെറുപ്പക്കാരായ റിപ്പോർട്ടർമാർ. അവർ ജോലി ചെയ്യുന്നത് വാഷിങ്ടണിലാണെങ്കിലും വാഷിങ്ടണിലെ പ്രാദേശിക ലേഖകരാണ്. ദേശീയ വാർത്ത, വൈറ്റ് ഹൗസ് ഒന്നും അവർ റിപ്പോർട്ട് ചെയ്യാറില്ല. അവരുടെ ആ അന്വേഷണമാണ് വാട്ടർഗേറ്റ് എന്ന പേരിൽ പ്രഖ്യാതമായ ഒരു അന്വേഷണാത്മക റിപ്പോർട്ടിംഗായി മാറിയത്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ഈ പ്രാദേശികം എന്ന് പറഞ്ഞ് നമ്മൾ ആരെയും താഴ്ത്തി നിർത്തേണ്ട കാര്യമില്ല. അതങ്ങനെയൊരു വിവേചനം തന്നെ ശരിയാണ്. അതൊരു വലിയ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അത് ഗുണവും ദോഷവും ഒരേ സമയത്തുണ്ട്. സൃഷ്ടിക്കപ്പെടുന്ന ആൾക്കൂട്ടം അതുപോലെ വലുതാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാണുന്നത് എന്താണ്? പാറ്റയാണ് കേന്ദ്ര കഥാപാത്രം. തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ ചീഫ് ജസ്റ്റിസ് അവർ പാറ്റ എന്നുള്ള ഒരു പരാമർശം, പരാന്നജീവികൾ എന്ന അർത്ഥത്തിലൊരു പരാമർശം നടത്തിയപ്പോൾ അതിൽ പ്രതിഷേധിച്ച് ഉണ്ടായ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന അത്രയും സ്വാധീനം ആയിക്കഴിഞ്ഞു. ആരാണ് അതിൻ്റെ പിന്നിലുള്ളത് എന്ന് നമുക്കറിയില്ല. നമുക്ക് പരിചയമുള്ള ആളൊന്നുമല്ലല്ലോ. പക്ഷെ അവിടെ ഒരു വികാരം, ആ വികാരം അങ്ങനെ ആളെ പടരുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് അത് നല്ല നിലയിൽ പ്രയോജനപ്പെടുത്തിയാണ്. ഇപ്പോൾ നമുക്കെല്ലാം കേട്ടുപരിചയം ഉണ്ടായിരുന്ന ഒന്നല്ലേ അറബ് വസന്തം എന്ന് പറഞ്ഞത്. അവിടെ ലിബിയയുടെ തലസ്ഥാനത്ത് മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ ലൈസൻസോടുകൂടി ഈ പഴങ്ങളും മറ്റും വിറ്റിരുന്ന ഒരു ചെറുപ്പക്കാരന് പോലീസുമായി ഉണ്ടായ ഒരു സംഘർഷത്തിൽ അയാൾ അപമാനിതനായി എന്ന് അയാൾക്ക് തോന്നി. ആ ചെറുപ്പക്കാരൻ ചെയ്തത് അടുത്ത് പോയി ഒരു ടിൻ പെട്രോൾ വാങ്ങിക്കൊണ്ടുവന്ന് അത് ഒഴിച്ച് അവിടെ വന്ന് ആത്മഹത്യ ചെയ്തു. അതറിഞ്ഞ് അയാളുടെ ഉമ്മ അവിടെ വന്ന് അവരൊന്നും ചെയ്തില്ല. അവരാ മകൻ മരിച്ച സ്ഥലത്ത് വെറുതെ നിന്നതേ ഉള്ളൂ. ഒരു മുദ്രാവാക്യം പോലും അവർ വിളിച്ചില്ല, ഒന്നും ചെയ്തില്ല. പക്ഷേ നിമിഷ നേരങ്ങൾക്കകം ഈ ഇൻ്റർനെറ്റിലൂടെ അതിൻ്റെ ചിത്രങ്ങൾ പ്രചരിക്കുകയും ആദ്യം 10, പിന്നെ 100, പിന്നെ 1000, പിന്നെ 10,000, പിന്നെ ആ മേഖല മുഴുവൻ ദീർഘകാലം കരുത്തുറ്റ ഭരണാധികാരിയായി കഴിഞ്ഞിരുന്നയാൾക്ക് രാജ്യം വിട്ടു പോകേണ്ടി വന്നു. അത് ലിബിയ പിന്നിട്ട് നിരവധി അറബ് രാജ്യങ്ങളിലേക്ക് കടന്നു. അതിനെ നമ്മൾ വളരെ കാൽപ്പനികമായി, റൊമാൻറ്റിക്കായി മുല്ലപ്പൂവ് വിപ്ലവം എന്നൊക്കെ വിളിച്ചു, ജാസ്മിൻ റവല്യൂഷൻ. പക്ഷെ എന്തായാലും ആ ആൾക്കൂട്ടം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രശ്നം. ഒരു പൊതുയോഗത്തിന് റാലിക്ക് വേണ്ടി ആളെ കൂട്ടുന്നതല്ല. അടക്കമുള്ള ആളുകൾ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാവുന്ന ശ്രീ കുട്ടപ്പൻ പത്രധർമ്മം എന്താണ് എന്ന് പഠിപ്പിക്കേണ്ടതില്ലായിരുന്നു. എല്ലാ വിഷയങ്ങളിലും ഇടപെടുവാൻ ശ്രീ കുട്ടപ്പനെ കഴിഞ്ഞു. ഞങ്ങളുടെ എഴുപുന്ന പഞ്ചായത്തിൻ്റെ ഏതൊരു കാര്യങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു. മാത്രമല്ല ഞങ്ങളുടെ എഴുപുന്നക്കാരുടെയൊക്കെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയായിരുന്നു. മാധ്യമ പ്രവർത്തന രംഗത്ത് അത്രയും അത്യുന്നതയിൽ പ്രവർത്തിക്കുന്ന കുട്ടപ്പൻ ചേട്ടൻ മാധ്യമത്തിലും അതുപോലെ മറ്റ് രാഷ്ട്രദീപികയിലും മനോരമയിലും ഒക്കെ തന്നെ പ്രവർത്തിച്ച കാലഘട്ടത്തിൽ ഒത്തിരി വാർത്തകൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എന്നെപ്പോലുള്ള ആളുകളെ ജനങ്ങളുടെ ഇടയിൽ ശ്രീ കുട്ടപ്പനെ പോലുള്ള
പത്രപ്രവർത്തകന്മാർ. ഇത് ആരും അറിയത്തില്ല. ഒരിക്കൽ ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുമ്പോൾ ഞാൻ കുട്ടപ്പ ഈ ജില്ലാ പഞ്ചായത്തിൻ്റെയും അതുപോലെ മറ്റേ എംഎൽഎമാരെയൊക്കെ മത്സരിക്കുമ്പോൾ കേൾക്കുന്നുണ്ടല്ലോ, എന്നെ പോലെയുള്ള ഒരാളുടെ ഫോട്ടോ വെച്ച് ഒരു വാർത്ത കൊടുക്കാൻ പറഞ്ഞു ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു, പഠിക്കാൻ ശ്രമിക്കാം. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ ഫോട്ടോ വാങ്ങി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെ പേര് ഒരു സ്ഥലത്ത് വരാറില്ല, എന്റെ പേരും എന്റെ ന്യൂസും ഒക്കെ ഇട്ട് തന്നയാളാണ് കുട്ടപ്പൻ. ശ്രീ കുട്ടപ്പൻ്റെ ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എന്തെങ്കിലും വിളിച്ചു ചോദിക്കുകയും എല്ലാ രീതിയിലും നല്ല സഹകരണം കാഴ്ചവെക്കുന്ന ഒരു പത്രപ്രവർത്തകനാണ് നമ്മുടെ കുട്ടപ്പൻ ചേട്ടൻ. ഒരു വ്യക്തിത്വമായിരുന്നു കുട്ടപ്പൻ ചേട്ടൻ. അന്ന് വാർത്തകളും മറ്റും കൊടുക്കുന്നതിന് വേണ്ടി ഇത്ര വാർത്തകൾക്കൊന്നും ഇത്രയും പ്രാധാന്യം അല്ലെങ്കിൽ ഇത്രത്തോളം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നില്ല ഞാൻ യുവജന സംഘടനാ പ്രവർത്തന രംഗത്തേക്ക് കടന്നു. തീർച്ചയായും അദ്ദേഹം പലപ്പോഴും നമ്മളെ വിളിക്കുന്നത് ഈ ചരമക്കോളത്തിലേക്കുള്ള വാർത്തകളിൽ ഫോട്ടോ കളക്ട് ചെയ്യണം. അന്ന് ഈ മൊബൈലിലൂടെയൊന്നും നമുക്ക് അയച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങളില്ല. സ്വാഭാവികമായി ആ ഫോട്ടോ കളക്ട് ചെയ്ത് വെച്ചിട്ട് അദ്ദേഹം വന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ഈ പത്രപ്രവർത്തനം എന്ന് പറയുന്നത് നമുക്കറിയാം, പല സമയത്തും ഈ പത്രങ്ങളുടെ പ്രാദേശിക എഡിഷൻ, അതായത് അതിൻ്റെ എഡിഷനുകൾ വർദ്ധിച്ചപ്പോൾ പ്രാദേശിക പേരുകളും പ്രാദേശിക വാർത്തകളും പ്രാധാന്യമുണ്ടായി. അത് ഈ പത്രങ്ങൾ പൊതുവെ ഈ ഉഴപ്പന്മാരുടെ മാസ് പുസ്തകം പോലെ വിരസമായി കൊണ്ടിരുന്ന സമയത്താണ് ഈ പ്രാദേശിക വാർത്തകൾ നമ്മളെ കൂടുതൽ ആകർഷിക്കുന്നത്. ദൗത്യപരമായ കാര്യങ്ങൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. ലളിതമായ ഭാഷയിൽ താൻ കണ്ടെത്തുന്ന കാര്യങ്ങൾ വളരെ ചുരുക്കത്തോടുകൂടി എഴുതി ജനമനസ്സുകളിൽ ആഴത്തിൽ അത് പതിപ്പിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹം. 60 കൊല്ലം ഞാൻ ഈ ചന്ദ്രൂർ ഏജൻ്റ് അല്ല, ഞാൻ എഴുപിന്നയിലാണ് മലയാള മനോരമയുടെ ഏജൻറ്റ്. കുട്ടപ്പൻ എന്ന് പറഞ്ഞാൽ ഞാനും കുട്ടപ്പൻ എനിക്ക് ചരിത്രമൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം അവരുടെ ഓർമ്മ ദിവസമാണ് നമ്മളിത് ഈ ചടങ്ങ് കൂടിയിരിക്കുന്നത്. സ്വയം ഈ വേദിയിൽ രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. 67 കാലഘട്ടത്തിൽ നടന്ന വെളുത്തുള്ളി സമരവും അതുപോലെ തന്നെ സഹവൈദ്യുതിയുടെ നേതൃത്വത്തിൽ നിന്ന മിച്ചഭൂമി സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് അരൂരിൽ നടന്ന രാവണപുരത്തിൽ നടന്ന സമരവും, ഈ 2 സമരങ്ങളും കേരളമൊട്ടാകെ ശ്രദ്ധിക്കപ്പെട്ട 2 ജനകീയ സമരങ്ങളായി. അത്രയ്ക്ക് വലുതല്ലാത്ത തരത്തിൽ നടന്ന ഒരു ചെറിയ സമരമായിരുന്നു എരിയകം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരം. 2013 ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ഒരു പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ സംസ്ഥാന കാർഷികോത്പാദന കമ്മീഷണർ സുബ്രതോ വിശ്വാസ്, മാധ്യമ